ആൻഡ്രൂ, ആ നീയായിരുന്നോ? ഈ വഴിക്കൊന്നും കാണാനല്ലോ. കേറി വാ, ഇരിക്ക്. നിന്റെ കൈക്ക് എന്നാ പറ്റിയേ? അറിയില്ലടാ. അറിയില്ലേ? നീ എവിടെ നോക്കി നടക്കണേ? നിനക്കൊരു ശ്രദ്ധയില്ലേ? ഒന്നും പറയണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ. എന്താടാ അത്? ഇതാണ് എൻ്റെ പുതിയ ജ്യൂസ് പൗഡർ. ട്രൈ ചെയ്ത് നോക്ക്. കൊള്ളാടാ, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. എടാ, നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ് ഇത്? ഇതൊരു ഡേഞ്ചറസ് പോയിസണാ. എനിക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളതാ. എടാ, നീ പരീക്ഷണം നിർത്തിയില്ലേ? ഇത് വല്ല പണിയാണോ? ഒരു സീനുമില്ല. സമയം കിട്ടുമ്പോൾ നമുക്ക് നിന്റെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പോവാ. എന്നാ ശരിയാടാ, പോയിട്ട് വാ. നീ ഇപ്പോഴും വലി നിർത്തിയിട്ടില്ല അല്ലേ? എടാ, അത് എൻ്റെ അല്ല, കൂട്ടുകാരെ വന്ന് വച്ചിട്ട് പോയതാ. ഞാൻ നിർത്തിയതാ. ആയിക്കോട്ടെ, നിർത്തിയാൽ നിനക്ക് നല്ലത്. ആൻഡ്രൂ, നീ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? നീ എന്തൊക്കെയാ പറഞ്ഞു? ഞാൻ ആൻഡ്രൂ അല്ല, ഫ്രെഡാണ്. ഇപ്പം ശരിയാക്കി തരാം. എടി, എന്റെ താക്കോല്. എടി നിക്ക്. എനിക്കിപ്പോൾ ഐസ്ക്രീം വേണം. ഓ ശല്യം, ഇപ്പൊ വാങ്ങിച്ചുതരാം. എടി, നീ ഓക്കെ അല്ലേ? നീ പുഴയിലേക്ക് നോക്കൂ. വെള്ളം ഒഴുകുന്നത് മാത്രമല്ല, കാലത്തിൽ നെയ്തെടുത്ത ഓർമ്മകളുടെ നൃത്തമാണിത്. പ്രവാഹങ്ങളിൽ എഴുതിയ ഒരു രഹസ്യം ഈ പുഴയ്ക്ക് പറയാനുണ്ട്. ഈ പുഴ നമ്മുടെ സങ്കടങ്ങൾ കാണുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. ചിലപ്പോഴൊക്കെ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവ എൻ്റെ ചിന്തകളുടെ ശകലങ്ങൾ കഴുകട്ടെ. അതിൻ്റെ ആഴത്തിൽ ഞാൻ എന്നേക്കുമായി നഷ്ടപ്പെടട്ടെ. നീ എന്ത് തേങ്ങയായി പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആൻഡ്രൂ, നീ എന്നെ തനിച്ചാക്കി പോയില്ലേ? വാ, നമുക്ക് ഒരുമിച്ച് പോകാം. എങ്ങോട്ട്? ആരാ ആൻഡ്രൂ? നീ ഏതാ? ഞാൻ എൽസ, നീ ആൻഡ്രൂ. ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട്, നീ എൻ്റെ ബോയ് ഫ്രണ്ട്. മനസ്സിലായോ? ഞാൻ ആൻഡ്രൂ അല്ല, ഫ്രെഡാണ്. സ്വന്തമെന്ന് ബന്ധമെന്ന് പറയാൻ പോലും എനിക്ക് ആരുമില്ല. എന്തിനു വേണ്ടി ജീവിക്കുന്ന പാഴ്ജന്മമാണ് ഞാൻ. നീ നിന്റെ വീട്ടിലേക്കുള്ള വഴി പറ, ഞാൻ കൊണ്ടുവിടാം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ആരുമില്ല എന്നൊക്കെ. നിനക്ക് ഞാനില്ലേ? നീ ലോകത്ത് ഒറ്റയ്ക്കല്ല. നിന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. നിന്റെ ജന്മം ഒരു പാഴ്ജന്മമല്ല. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ തിരിച്ച് നിന്റെ സ്നേഹം കൊടുക്കണം. ഡോണ്ട് ബി സാഡ്, ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു. എന്താടത്? ഇതൊക്കെ വലിച്ചേറ്റ് എന്തൊക്കെ സംഭവിക്കുന്ന അറിയാവോ? ലിവർ, കിഡ്നി, ഹാർട്ട് ഇതൊക്കെ അടിച്ചു പോകും. ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ക്യാൻസർ, ആൻസൈറ്റി, ഡിപ്രഷൻ. ആരാ നീ? നീ ഏതാ? എന്താ പറ്റിയേ? എന്നെ ആരോ ഇടിച്ചു. എൻ്റെ ഗേൾഫ്രണ്ട് ആരെ തട്ടിക്കൊണ്ടുപോയി. അവർ മൈക്കിളിൻ്റെ ആൾക്കാരാ. ആരായി മൈക്കിൾ? നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?
അവനാണ് ഇവിടെ എല്ലാവർക്കും ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത്. എൻ്റെ എൽസി അവന്മാർ തട്ടിക്കൊണ്ടുപോയി. നമ്മളിനി എന്തു ചെയ്യും? അവരെവിടെ ഉണ്ടെന്ന് നിനക്കറിയാമോ? അറിയാം. സൗണ്ട് ഉണ്ടാകല്ലേ? അവളെവിടെ? ഏതാണ് മധുരി? ദാ. തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ നിനക്ക്? എവിടാ അവള്? ആര്? എനിക്കറിയില്ല. ಪರಮ ವೈಷ್ಣವನು ನೀನೆ ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀನೆ. നായിൻ്റെ മോനെ, എന്തുവാ നിനക്ക് കലക്കി തന്നെ? സ്നേഹമാണ് നിനക്ക് തന്നത്. നിനക്ക് കിട്ടാതെ പോയ ലവ്, ഹാപ്പിനെസ് എല്ലാം നിനക്ക് നൽകിയില്ലേ? അതെല്ലാം ഞാൻ നിനക്ക് തന്നതാണ്. ദിസ് ഈസ് ദ പവർഫുൾ ഹാലോസിനോജനിക് ഡ്രഗ്. നിന്റെ ഇമോഷണൽ മുതൽ മെമ്മറി വരെ അഫക്റ്റ് ചെയ്യും. ഈ ജ്യൂസ് ഒരു പ്രാവശ്യം കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും. നിന്റെ മനസ്സാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീ ഹാലോസിനേറ്റ് ചെയ്യും. അതുവഴി നിനക്ക് കിട്ടാതെ പോയ സ്നേഹവും സന്തോഷവും നിനക്ക് ലഭിക്കും. ഈ ലോകത്തിന് റിയാലിറ്റിയെ തന്നെ ഞാൻ മാറ്റും. അപ്പൊ അവളെ ആ പയ്യനെ ഞാൻ ഹാലുസിനേറ്റ് ചെയ്താണോ? എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തേ? വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രീസ് എടുത്ത് നോക്കിയാൽ 128 സ്ഥാനത്താണ് ഇന്ത്യ. ഇവിടെ ആരും സന്തോഷവാനല്ല. ഡിപ്രഷൻ കാരണം ഇവിടെ എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഇതെല്ലാം നമുക്ക് ഈ ഒറ്റ ഡ്രഗ് കൊണ്ട് ശരിയാക്കിയെടുക്കാം.
അവരും ഹാപ്പി, പണക്കാരായി നമ്മളും ഹാപ്പി. നീയും വാ, നമുക്ക് ഒന്നിച്ച് ബിസിനസ് ചെയ്യാം. ഡ്രഗ്സ് വഴിയുള്ള ഡിപ്രഷൻ മാറ്റുന്നത് പ്രോപ്പറായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് വഴിയാണ്. ഞാനും നിന്നെപ്പോലെയായിരുന്നു. സ്നേഹിക്കപ്പെടാൻ ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ അവളെ കാണുന്നത്. എൻ്റെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്നത് അവളാണ്. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ എന്നെ ചതിച്ചു. എന്നിൽ നിന്നും അവൾ തട്ടിയെടുത്തു. അപ്പോഴാണ് ഞാൻ മൈക്കിളിനെ പരിചയപ്പെടുന്നത്. അയാൾ തന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഞാൻ ഡ്രഗ്സ് ഉണ്ടാക്കി. ആദ്യമൊക്കെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, ദിസ് ഈസ് എ ഹാലോസിനോജനിക് ഡ്രഗ്. ഇതെൻ്റെ റിയാലിറ്റി മാറ്റി. എനിക്ക് കിട്ടാതെ പോയ സ്നേഹം കിട്ടി. ഡിപ്രഷൻ വരെ മാറി. നൗ ലുക്ക് അറ്റ് മീ, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അവൾ എൻ്റെ അടുത്ത് പറയുമോ ഞാൻ സൈക്കോ ആയിരുന്നു. ഈ ലോകം നന്നാക്കാൻ ഞാൻ എന്തും ചെയ്യും. എൻ്റെ ജ്യൂസ് പൗഡർ 10 മിനിറ്റിനുള്ളിൽ ഈ ടൗൺ മുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുള്ള എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. നീ ഇത് ചെയ്യരുത്. സന്തോഷത്തോടെ മരിക്കേ പ്രിയ സ്നേഹിത. You never touch the sea. You never play with me. I'll never show you mercy. I'll never let you be. Fireproof, there's nothing you can do. So run away, 'cause I am here to stay. Blood is pouring down. Blood is pouring down. His blood is all around. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. എക്സ്ട്രീംലി പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് പോയിസൺ സറൈനാണ് നീ വലിച്ചു കയറ്റിയത്. ശ്വാസം കിട്ടുന്നില്ല അല്ലേ? നിനക്കിനി ബാക്കിയുള്ളത് വെറും 10 മിനിറ്റ്. ആൻഡ്രൂ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടെയായിരുന്നു. പക്ഷെ നീ കാരണമാണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത്. അവൾ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാം നിന്റെ തെറ്റിദ്ധാരണയായിരുന്നു. നിനക്ക് റോക്ക് പേപ്പർ സിസറിന്റെ കഥ അറിയാമോ? അതൊരു ഗെയിമല്ലേ? അതിന് കഥയൊക്കെ ഉണ്ടോ? ആ, അതിനൊരു കഥയുണ്ട്.
പേപ്പർ സിസറും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പേപ്പറാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാവായിരുന്നു, എന്നാൽ സിസറാവട്ടെ ഇച്ചിരി റഫായിട്ടുള്ള ഒന്നിനെയും പേടിയില്ലാത്ത ഒരാളും. ഇവർക്ക് രണ്ടുപേർക്കും റോക്കിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. റോക്കി ഇച്ചിരി റഫായിട്ടുള്ള ഒരാളാണെങ്കിലും ഈ ഓപ്പോസിറ്റ് സ്വഭാവമുള്ളവരായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം തോന്നുക. അതുകൊണ്ട് തന്നെ റോക്കിന് പേപ്പറിനെയായിരുന്നു ഇഷ്ടം. ഇതറിഞ്ഞ സിസറിന് സഹിക്കാനായില്ല. സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പോലും നോക്കാതെ ഒറ്റവെട്ട്. അവസാന നിമിഷത്തിലും താൻ മരിക്കാൻ പോകുന്നു എന്ന വേദനയിലല്ല, തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് തൻ്റെ മരണത്തിന് കാരണം എന്നറിയുമ്പോൾ ഇറ്റ്സ് ദ മോസ്റ്റ് പെയിൻഫുൾ ഡെത്ത്. ഇനി നീ പറ, റോക്ക് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഒന്നില്ലെങ്കിൽ റോക്ക് സിസറിനെ ഇടിച്ചിടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരുമിക്കാൻ പറ്റാത്തവർ മരണത്തിലെങ്കിലും ഒരുമിച്ചിട്ടുണ്ടാവും. கனவே உனை வந்து சேர நான் இங்க வரம் ஒன்று கேட்டு என் மரணம் நெருங்கிடும் போதும் உன் நினைவில் வாழ்ந்திடுவேன். தீராத துயரத்தில் நானும் காற்றோடேன் கலந்தாய் நீயும் நீங்காத நினைவொளியான அன்பே அன்பே. மறு ஜென்மம் இருந்தால் கூட உயிரே உன் கரம் பிடிப்பேன, உன் கால் தடம் நான் தொடர்வேன் அன்பே அன்பே. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എൻ്റെ കൈകളിലും പാപത്തിൻ്റെ കറകൾ പുരണ്ടിരിക്കുന്നു. ഞാനും മരണം അർഹിക്കുന്നു. എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ആരാണ്? എൽസ. അവൾക്ക് എന്ത് സംഭവിച്ചു? അവൾ എൻ്റെ ഇലൂഷനായിരുന്നോ, അതോ അവൾ ശരിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? ആൻഡ്രൂവിനെയും ഞാൻ ഹാലൂസിനേറ്റ് ചെയ്തതാണെങ്കിൽ ഞാൻ എങ്ങനെ ഇതിലെത്തിപ്പെട്ടു? അവനാണോ എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്? അവൻ മരിച്ചോ, അതോ അവൻ്റെ ആത്മാവ്? ആൻഡ്രൂ, ബോസ് മൈക്കിളിനെ കൊന്നു. നമ്മൾ എത്ര അടി അടിച്ചിട്ടും അവൻ പയറ് പോലെ നടക്കണണ്ട. ഇവനെന്താ വലിയ ഏലിയനും ആണോ?